ഹലോ എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആയിട്ടുള്ള വൊക്കാബ് ബൂസ്റ്ററിന്റെ ഡേ 3 ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലെറ്റർ സിയിലുള്ള കുറച്ച് വേർഡ്സ് ആണ്, കുറച്ച് സിനോണിയംസ് ആണ്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ലെറ്റർ എയും ബിയും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെറ്റർ സിയിലെ കുറച്ച് വേർഡ്സ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കൊളോസൽ ആണ്. കൊളോസൽ. അപ്പൊ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിയം നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ് എന്താണെന്ന് അറിയണം അല്ലെ? അപ്പൊ കൊളോസിയം എല്ലാരും കേട്ടിട്ടുണ്ടോ? കൊളോസിയം എന്ന് പറയുന്നത് വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതെന്ന് വെച്ചാൽ ഭയങ്കര ലാർജ് ആണ്. ലാർജ് ഒരു തിയേറ്റർ കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് അത്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയാൻ ലാർജ് മീനിങ് അല്ല. അത് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൊളോസിയം എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ഒരു മൊണുമെന്റ് ആണ്. അപ്പം കൊളോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് ആണെന്ന് ഓർക്കുക. വലുത്, ഹ്യൂജ്, ഇതൊക്കെയാണ് കൊളോസലിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ലാർജ് എന്ന് സൂചിപ്പിക്കാൻ കാണിക്കുന്ന ഒരു വേർഡ് ആണ് കൊളോസൽ. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നിന്റെയും മീനിങ് നോക്കാം. ആദ്യത്തേത് എമിനന്റ്. എമിനന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് എന്നാണ് അർത്ഥം. ഫേമസ്. അടുത്ത എനർജറ്റ്, എല്ലാവർക്കും അറിയാലോ. അടുത്തത് എനോർമസ്, പിന്നെ ഡിമിനിഷ്ഡ്. ഇപ്പൊ ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഭയങ്കര ടൈനി അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്മോൾ എന്നാണ് മീനിങ്. അപ്പം ടൈനി. ഓക്കെ, അപ്പം എനോർമസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ എനോർമസ് പറഞ്ഞാൽ എന്താ? ഭയങ്കര വലുതായിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സിനോണിയംസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പറയാം. അപ്പം ജൈജാന്റിക്. അടുത്തത് മാസീവ്. പിന്നെ ടൈറ്റാനിക്, അതൊരു ഷിപ്പാണല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഷിപ്പിന് എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ആ ഷിപ്പ് ഭയങ്കര ലാർജ് ആയിട്ടുള്ള ആ ഒരു കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഷിപ്പാണ്. അപ്പൊ ആ വലുത് എന്നുള്ള മീനിങ്ങിലാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന വേർഡ് അതിന് പേരിട്ടത്. അപ്പം ടൈറ്റാനിക്കും ഈ എനോർമസിന്റെ ഒരു സിനോണിയമാണ്. അടുത്തത് എലിഫന്റ് അല്ലെ, ലാർജസ്റ്റ് അനിമൽ ആണ് അല്ലെ എലിഫന്റ്. എലഫന്റൈൻ, അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, എലഫന്റൈൻ. ഇനി മൗണ്ടെയിൻ, ഭയങ്കര ലാർജ് അല്ലേ, അപ്പൊ മൗണ്ടെയിനിയസ്, അതും ഒരു വേർഡ് ആണ്. മൗണ്ടെയിനിയസ്. അടുത്തത് വാസ്റ്റ് എന്ന് പറയുന്ന മീനിങ് ഉണ്ട്. പിന്നെ വേറെ ഉണ്ട് മൊണുമെന്റ്സ് ഒക്കെ ലാർജ് അല്ലേ, അപ്പൊ ആ ഒരു ഇതിലാണ് മൊണുമെന്റൽ. അങ്ങനെ ഓർക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എനോർമസിന്റെ സിനോണിംസ് പഠിച്ചു. ജൈജാന്റിക്, മാസീവ്, ടൈറ്റാനിക്, എലഫന്റൈൻ, മൗണ്ടേനിയസ്, വാസ്റ്റ്, മൊണുമെന്റൽ. ഇനിയും ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും വേർഡ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് സെൻഷ്വൽ. സെൻഷ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമർശിക്കുക എന്നുള്ള മീനിങ് ആണ്. വിമർശിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസിന്റെയും മീനിങ് നോക്കാം. ആദ്യത്തെ അഡ്വൈസ്, ഉപദേശിക്കുക അല്ലെ. ക്രിട്ടിസൈസ് എന്ന് വെച്ചാൽ എന്താ? യെസ്, വിമർശിക്കുക. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ക്രിട്ടിസൈസ്. അടുത്തത് ബ്ലെയിം, കുറ്റപ്പെടുത്തുക എന്നാണല്ലേ. ഇത് രണ്ടും മാറിപ്പോരുത്. കുറ്റപ്പെടുത്തുക, വിമർശിക്കുക രണ്ടാണ് അല്ലെ. അടുത്തത് അഡ്മയർ, അഭിനന്ദിക്കുക, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്രിട്ടിസൈസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് സിനോണിംസ് നമുക്ക് നോക്കാം. കണ്ടെം. ഓക്കെ, ഇത് ക്രിട്ടിസൈസിന്റെ ഒരു സിനോണിയം ആണ്. ഇനിയും ഉണ്ട് ലാംബാസ്റ്റ്. അപ്പൊ ഇത് രണ്ടും ക്രിട്ടിസൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സിനോണിയംസ് ആണ്. ഇനി വേറെ ഉണ്ട് പില്ലോറി, അതുപോലെ ഡെനിഗ്രേറ്റ്. അപ്പൊ ഇത്രയാണ് സെൻഷ്വറിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്, ക്രിട്ടിസൈസിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടം, ലാംബാസ്റ്റ്, പിലോറി, ഡെനിഗ്രേറ്റ്. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് കോൺജറർ. കോൺജറിങ് എല്ലാവർക്കും അറിയാലേ, കോൺജറിങ്. ഓക്കെ, കോൺജറിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത്
ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ കോൺജറിങ് മാജിക്കൽ ആണെങ്കിൽ കോൺജറർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? യെസ്, ഇറ്റ്സ് എ മെജീഷ്യൻ. മെജീഷ്യൻ എന്ന് പറയുന്ന ഒരു പേരാണ് കോൺജറർ എന്ന് പറയുന്നത്. ഓക്കെ, കോൺജറിങ് മൂവി എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ ഒരു ഇതിൽ ഓർക്കുക, കോൺജറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജീഷ്യൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് കമോഷൻ. കമോഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സപ്പോർട്ട്, ഓപ്ഷൻ ബി ബിഗിനിങ്, ഓപ്ഷൻ സി പ്രൊമോഷൻ, ഓപ്ഷൻ ഡി ഡിസ്റ്റർബൻസ്. അപ്പൊ കൊമോഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുക ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടുത്തെ കൊമോഷന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സപ്പോർട്ട്. അപ്പൊ സപ്പോർട്ട് ആണ് കൊമോഷന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൺസിഡറേറ്റ്. കൺസിഡറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശ്രദ്ധിച്ച് ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ്. അപ്പം കൺസിഡറേറ്റിന്റെ സിനോണിയമായിട്ട് നമുക്ക് പറയാം, മീനിങ് ആയിട്ട് നമുക്ക് പറയാം, എന്താ പറയാ, മൈൻഡ്ഫുൾ അല്ലെങ്കിൽ കെയർഫുൾ എന്ന് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തോട്ട്ഫുൾ, ഓപ്ഷൻ ബി കോൺഫിഡന്റ്, ഓപ്ഷൻ സി എക്സെപ്റ്റ്, ഓപ്ഷൻ ഡി റെസ്പെക്ട്ഫുൾ. അപ്പം ഇവിടെ ഏതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ട്ഫുൾ ആണ്, അല്ലേ? ഓക്കെ, ഇനി തോട്ട്ഫുള്ളിന്റെ കുറച്ച് സിനോണിംസ് നമുക്ക് നോക്കാം. സോളിസിറ്റസ്, സോളിസിറ്റസ്, നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ, കെയർഫുൾ. അപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക, ഭയങ്കര കെയർഫുൾ ആയിട്ട് ഭയങ്കര ആലോചിച്ച് ചെയ്യുക. ഈ ഒരു മീനിങ്ങിലാണ് എന്ത് പറയുന്നത്? സോളിസിറ്റസ് അഥവാ കൺസിഡറേറ്റ് അല്ലെങ്കിൽ തോട്ട്ഫുൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് കാജോൾ. കാജോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഫ്ലാറ്റർ ചെയ്ത് പുകഴ്ത്തി പറഞ്ഞ് അവരെ വരുതിക്ക് കൊണ്ടുവരിക, ആ ഒരു മീനിങ് ആണ് കാജോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ വേണമെങ്കിൽ ഫ്ലാറ്റർ എന്ന് പറയാം. ഫ്ലാറ്റർ, ഫ്ലാറ്റർ. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെക്കമെൻഡ്, ഓപ്ഷൻ ബി ഇൻസിസ്റ്റ്, ഓപ്ഷൻ സി പെർസുവേഡ്, ഓപ്ഷൻ ഡി കൺട്രോൾ. അപ്പൊ ഏതായിരിക്കും ഈ ഒരു മീനിങ്ങിലൂടെ വരിക എന്ന് വെച്ചാ? അതെ, ഓപ്ഷൻ സി പെർസുവേഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരാളെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ടെംപ്റ്റ് ചെയ്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, ആ ഒരു മീനിങ് ആണ് കാജോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് സിനോണിംസ് പറയാം. ടെംപ്റ്റ്, അതുപോലെ beguile, beguile, seduce, entice. ഇതൊക്കെ കാജോളിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ നമ്മൾ ഒരു വേർഡ് ഇവിടെ നോക്കുമ്പോൾ അതിന്റെ എല്ലാ സിനോണിയംസും നോക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് വേർഡ്സ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതെല്ലാം ഓർത്തിരിക്കുക. ഇതിനെല്ലാം മീനിങ് എന്ന് പറയുന്നത് പെർസുവേഡ് എന്നാണ്. ഇതിന്റെ എല്ലാ മീനിങ് കാജോൾ, ടെംപ്റ്റ്, beguile, seduce, entice. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ക്രൂഡ്. അപ്പം ക്രൂഡ് എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ അറിയാല്ലേ? പെട്രോളിയം ഒക്കെ ക്രൂഡ് ഓയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഏറ്റവും റോ ഫോം ആണ്, അതിന്റെ ഏറ്റവും എന്താ പറയാ ശുദ്ധീകരിക്കാത്ത അൺറിഫൈൻഡ് ആയിട്ടുള്ള ഫോം ആണ് ക്രൂഡ് എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രൂഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഏറ്റവും എന്താ പറയാ പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് ക്രൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്രൂവൽ ആണോ? അല്ല. ബി റൂഡ്. റൂഡ് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര ഇംപൊളൈറ്റ് ആയിട്ടുള്ള, അല്ലേ? ഭയങ്കര റൂഡ് എന്ന് പറയൂലേ, ഇംപൊളൈറ്റ്. അടുത്തത് ഓപ്ഷൻ സി ഡോയിൽ, ഓപ്ഷൻ ഡി അൺറിഫൈൻഡ്. അപ്പൊ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി അൺറിഫൈൻഡ് ആണ്, അല്ലേ? ശുദ്ധീകരിക്കാത്ത, റിഫൈൻ ചെയ്യാത്ത ആ ഒരു മീനിങ് ആണ്. അപ്പൊ അൺറിഫൈൻഡിന്റെ ഇവിടുത്തെ മീനിങ് നമുക്ക് പറയാം പ്രിമിറ്റീവ് എന്ന് പറയാം. പ്രിമിറ്റീവ്. ഇംപ്യൂർ എന്ന് പറയാം, ഇംപ്യൂർ. അപ്പൊ ഇതൊക്കെയാണ് ക്രൂഡിന്റെ മീനിങ്സ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് സിനോണിംസ് ഒന്നും അങ്ങനെ പറയാറില്ല, ഇത്രയാണ് അതിന്റെ മീനിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത് സീസ്. അപ്പൊ സീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യം നിർത്തുക, ആ ഒരു മീനിങ് ആണ്. സ്റ്റോപ്പ് എന്നുള്ള മീനിങ് ആണ് സീസ്, നിർത്തുക. ഓക്കെ, നിർത്തുക. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം ഏതായിരിക്കും ആൻസർ എന്ന്. ഓപ്ഷൻ എ ക്രിയേറ്റ് ആണോ? അല്ല. കോൺഫ്ലിക്റ്റ് ആണോ? അല്ല. ഡിസീവ്. ഡിസീവ് എന്ന് വെച്ചാൽ എന്താ, ചീറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ആണ് സീസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേറെ വേർഡ് പറയാം. നമുക്ക് ടെർമിനേറ്റ് എന്ന് പറഞ്ഞൂടെ? ടെർമിനേറ്റ്, ടെർമിനേറ്റ്. അതുപോലെ എന്താ, വൈൻഡപ്പ് എന്ന് പറഞ്ഞൂടെ? വൈൻഡപ്പ്. ഇതൊക്കെ സീസിന്റെ മീനിങ്സ് ആണ്. കൺക്ലൂഡ്, കൺക്ലൂഡ് ഒക്കെ ഇതിന്റെ മീനിങ് ആണ്. ഓക്കെ, അപ്പൊ സീസിന്റെ സിനോണിയം ഏതാണ്? സ്റ്റോപ്പ്, ടെർമിനേറ്റ്, വൈൻഡപ്പ്, കൺക്ലൂഡ്. എന്തെങ്കിലും ഒരു കാര്യം, ടു മേക്ക് സംതിങ് കം ടു ആൻ എൻഡ്, ഈ ഒരു മീനിങ് ആണ് സീസൺ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ക്രാസ്. ക്രാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫൂളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ക്രാസ്. അപ്പൊ നമുക്കിവിടെ ഫൂളിഷ് എന്ന് പറയാം. ഫൂളിഷ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോമൽ ആണോ? അല്ല. ബി കാഷ്വൽ, അതുമല്ല. സി ഫ്രാങ്ക്. ഫ്രാങ്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള എന്നാണ്, അതല്ല. ഓപ്ഷൻ ഡി വാക്വസ്. വാക്വസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഈ മീനിങ് ആണ്, ഫൂളിഷ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡ്. സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് പറയാം സ്റ്റുപ്പിഡ്. പിന്നെന്താണ്? വിറ്റ്ലെസ്. വിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇന്റലിജൻസ് എന്നാണ്. വിറ്റ്ലെസ്, വിറ്റ്ലെസ്. ഓക്കെ, പിന്നെ വേറെ ഏതാ ഉള്ളത്? സെയിം, ഫൂളിഷ്. അപ്പൊ ഇതെല്ലാം ക്രാസിന്റെ സിനോണിയംസ് ആണ്. വാക്വസ്, സ്റ്റുപ്പിഡ്, ഫൂളിഷ്, ഇതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻകൺസിസ്റ്റന്റ്, ഓപ്ഷൻ ബി ഓക്വേർഡ്, ഓപ്ഷൻ സി സീക്രട്ട്, ഓപ്ഷൻ ഡി ബിലിറ്റിൽ. അപ്പൊ ക്ലാൻഡസ്റ്റൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള, ഭയങ്കര രഹസ്യമായിട്ടുള്ള, പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം നമുക്കിവിടെ രഹസ്യം എന്ന് പറയാം. രഹസ്യം. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻകൺസിസ്റ്റന്റ്, ഓപ്ഷൻ ബി ഓക്വേർഡ്, ഓപ്ഷൻ സി സീക്രട്ട്, ഓപ്ഷൻ ഡി ബിലിറ്റിൽ. ഏതാ? യെസ്, സീക്രട്ട് ആണ് അല്ലേ. അപ്പൊ ഇതാണ് ക്ലാൻഡസ്റ്റൈന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ സിനോണിംസ് നോക്കാം. കൺസീൽ. കൺസീൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, കൺസീൽ. അതുപോലെ എന്താ, ഹിഡൻ. പിന്നെ ക്ലോക്ക് എന്ന് പറയാം. ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു മറ, ആ ഒരു മീനിങ് ആണ്. അപ്പൊ സീക്രട്ട് ആ ഒരു മീനിങ്ങിൽ വരും. അപ്പൊ ഇതിന്റെ സിനോണിയംസ് ഇതൊക്കെയാണ്. ക്ലാൻഡസ്റ്റൈൻ, സീക്രട്ട്, കൺസീൽ, ഹിഡൻ, ക്ലോക്ക്, ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. ക്രെഡിബിൾ. ഓക്കെ, ക്രെഡിബിലിറ്റി എന്ന് പറയൂലേ. അപ്പൊ ക്രെഡിബിൾ എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ, റിയൽ ആണോ, ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ പറയൂലേ. അപ്പം നമുക്ക് പറയാം ജെനുവിൻ എന്ന് പറയാം. ജെനുവിൻ. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഗളിബിൾ, ബിലീവബിൾ, അൺകൺവിൻസിങ്, പ്രൈസ് വർത്തി. അപ്പൊ ഗളിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പം നമുക്ക് ഇവിടെ അറിയാല്ലേ ആൻസർ എന്ന് പറയുന്നത് ബിലീവബിൾ ആണ്. ഓക്കെ, വിശ്വസനീയം, ബിലീവബിൾ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഗളിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കുക, ആ ഒരു മീനിങ് ആണ്. അതൊരു എന്താ പറയാ, ഒരു ആഡ്ജക്റ്റീവ് ആണ്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. എല്ലാം പെട്ടെന്ന് വിശ്വസിക്കുക, ചാടിക്കേറി എല്ലാം വിശ്വസിക്കുക, ആ ഒരു മീനിങ്ങിലാണ് ഗളിബിൾ എന്ന് പറയുന്നത്. പക്ഷേ ക്രെഡിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതൊരു വ്യക്തിയുടെ ക്വാളിറ്റിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ക്രെഡിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിലീവബിൾ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. ട്രസ്റ്റ് വർത്തി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്രെഡിബിളിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ബിലീവബിൾ, റിലയബിൾ,
ട്രസ്റ്റ്വർത്തി, ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് camouflage. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓക്കെ, റിവീൽ, ഡിസ്ഗ്യൂസ്, പ്രിറ്റൻഡ്, ഡിസീവ്. അപ്പൊ ഇതിനെല്ലാം ഏകദേശം ഒരു മീനിങ് ഒരേപോലെ വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ camouflage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വേഷപ്രച്ഛന്നമാവുക എന്ന് പറയൂലേ, വേറൊരാളെ പോലെ എന്താ പറയാ ഡ്രസ്സൊക്കെ ചെയ്ത്, ആ ഒരു മീനിങ് ആണ്. അപ്പം camouflageനെ ഇവിടെ നമുക്ക് എന്താ പറയാ പ്രിറ്റൻഡ് എന്ന് പറയാം. അതായത് ആൾമാറാട്ടം എന്നൊക്കെ പറയല്ലേ, ആ ഒരു മീനിങ് വരും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റിവീൽ. റിവീൽ ആണോ? അല്ല, വെളിപ്പെടുത്തുക എന്നാണ് റിവീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓപ്ഷൻ ബി ഡിസ്ഗ്യൂസ്. ഡിസ്ഗ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഈ മീനിങ് ആണ്. എന്തെങ്കിലും എന്താ പറയാ ഡ്രസ്സിങ്ങിലോ അപ്പിയറൻസിലോ ഒക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ വേറൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഡിസ്ഗ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി പ്രിറ്റൻഡ് എന്ന് വരുന്നുണ്ട്. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കും വേറൊരാളായിട്ട് അഭിനയിക്കുക എന്നുള്ള മീനിങ്ങിലല്ല, സ്വയം അഭിനയിക്കുക, ആക്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് പ്രിറ്റൻഡ് എന്ന് പറയുന്നത്. ഡിസീവ് എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യുക എന്നാണ്. അപ്പം പ്രിറ്റൻഡ് ചെയ്ത് ചീറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ശരിക്കും ഡിസ്ഗ്യൂസ് എന്ന് വരുന്നത്. അപ്പൊ ഡിസ്ഗ്യൂസിന്റെ കുറച്ച് സിനോണിം നോക്കാം. അതും ക്ലോക്ക് എന്ന് പറയുന്നത് വരും, ക്ലോക്ക്. കൺസീൽ വരും, കൺസീൽ. അതുപോലെ എന്താ പറയാ ഇമിറ്റേറ്റ് എന്നും വരും ചില സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് camouflageന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഡിസ്ഗ്യൂസ്, ക്ലോക്ക്, കൺസീൽ, അതുപോലെ ഇമിറ്റേറ്റ്, ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് കൊറോബറേറ്റ്. കൊറോബറേറ്റ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോപ്പറേറ്റ്, ഓപ്ഷൻ ബി കൊളാബറേറ്റ്, ഓപ്ഷൻ സി സപ്പോർട്ട്, ഓപ്ഷൻ ഡി കമന്റ്സ്. അപ്പം കോപ്പറേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കൊളാബറേറ്റ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് എന്ന് വരും. നമ്മള് കൊളാബറേഷൻ എന്നൊക്കെ അറിയൂലേ, അപ്പൊ കൊളാബറേറ്റ്. ഓക്കെ, അതറിയാലോ. അടുത്ത് സപ്പോർട്ട്, സപ്പോർട്ട് ചെയ്യുക. ഓപ്ഷൻ ഡി കമന്റ്സ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ബിഗിൻ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ കൊറോബറേറ്റിന്റെ ഇവിടുത്തെ സിനോണിം എന്ന് പറയുന്നത് സപ്പോർട്ട് ആണ്. സപ്പോർട്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് കൊറോബറേറ്റിന് വരുന്നത്. അപ്പൊ ഇതിന്റെ വേറെ വേർഡ്സ് നമുക്ക് നോക്കാം. സ്റ്റാൻഡ് ബൈ എന്ന് പറയാം. സ്റ്റാൻഡ് ബൈ, കൂടെ നിൽക്കുക, ആ ഒരു മീനിങ് ആണ്. അടുത്ത അപ്ഹോൾഡ്, അപ്ഹോൾഡ്. ഇതൊക്കെ സപ്പോർട്ടിന്റെ സിനോണിംസ് ആണ്. ഒരാളെ സപ്പോർട്ട് ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് കൊറോബറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്തത് കൺസീൽ. അപ്പൊ കൺസീൽ നമ്മളിപ്പോ 2-3 പ്രാവശ്യം പറഞ്ഞു. ഹൈഡ് ചെയ്യുക, മറയ്ക്കുക, കവർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ കൺസീൽ നമുക്ക് മറച്ചു വെക്കുക എന്ന് പറയാം. മറച്ചു വെക്കുക. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സീൽഡ് അല്ല, ഓപ്ഷൻ ബി ക്ലോസ്ഡ് അതും അല്ല, ഓപ്ഷൻ സി ഹിഡൻ, ഓപ്ഷൻ ഡി സസ്പെക്ട്. സസ്പെക്ട് എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട് ചെയ്യുക, സംശയിക്കുക, ഒരു മീനിങ് ആണ്. ഓക്കെ, കൺസീൽഡിന്റെ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് ഹിഡൻ ആണ്, മറച്ചു വെക്കുക. ഓക്കെ, ഇതിനും പ്രത്യേകിച്ച് എന്താ പറയാ ഹിഡൻ, കവർ, കവർ, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കോഡിൽ. കോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഡിൽ മീൻസ് കടിൽ. അപ്പൊ ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രൊട്ടക്ട് ചെയ്യുക, ബേബിങ് ചെയ്യുക എന്നൊക്കെ പറയൂലേ, പരിപാലിക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പം കോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് എന്ന് പറയാം, പ്രൊട്ടക്ട്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബീട്രേ, അതല്ല, ബീട്രേ മീൻസ് ചീറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി റെസ്ട്രിക്ട്, റെസ്ട്രിക്ട് മീൻസ് തടയുക. ഓപ്ഷൻ സി പാമ്പർ, പാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പരിപാലിക്കുക, ആ ഒരു മീനിങ് ആണ്. ഓപ്ഷൻ ഡി റിഡിക്യൂൾ, റിഡിക്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹസിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് പാമ്പർ ആണ്. പാമ്പറിന്റെ സിനോണിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം, ഈ പ്രൊട്ടക്ട്, ബേബിയിങ്, ബേബി, ഇതൊക്കെ കോഡിലിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, അതുപോലെ കോസിറ്റ് എന്നും വരും കേട്ടോ, കോസ്റ്റ്. ഇനി അടുത്ത വേർഡ് നോക്കാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.
അപ്പൊ ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനോണിംസ് എല്ലാം നമ്മൾ നോക്കി. ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഷനിൽ അടുത്ത വേർഡുമായിട്ട് അടുത്ത ലെറ്റർ D ആയിട്ടായിരിക്കും വരുന്നത്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.